നമസ്കാരം. ഏവരെയും ഭാരതത്തിലെ തന്നെ ആദ്യ പാലിയേറ്റീവ് ഹോസ്പിറ്റലായ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനോദ്ഘാടനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹമുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, ഏറെ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടിയാണ് ഈ പ്രവർത്തനോദ്ഘാടന ചടങ്ങിൻ്റെ ഈ വേദിയിൽ ഞാൻ നിൽക്കുന്നത്. ഈ പ്രവർത്തനോദ്ഘാടന യോഗത്തിൻ്റെ അധ്യക്ഷനായി ഇവിടെ സന്നിഹിതനായിരിക്കുന്ന അഭിവന്യ മാർ റാഫേൽ തട്ടിൽ പിതാവേ, അങ്ങയുടെ സ്നേഹവും അതുപോലെ തന്നെ പൈതൃകപരമായ അങ്ങയുടെ ഉപദേശങ്ങളും അതുപോലെ സ്നേഹവും സഹകരണവും ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ ഞാൻ ഏറ്റുവാങ്ങിയിട്ടുള്ളതാണ്. അങ്ങയുടെ ആ പ്രോത്സാഹനങ്ങൾ ഓരോ ഘട്ടങ്ങളിലും എനിക്ക് ലഭിച്ചിട്ടുള്ളത്, അതുപോലെ ഇവിടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുള്ളത്, ഈ ശുശ്രൂഷാവേദിയിലായിരിക്കുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് ലഭിച്ചിട്ടുള്ളത്, അതെല്ലാം ഈ ശുശ്രൂഷാവേദി പടുത്തുയർത്തുവാൻ കാരണമായിട്ടുണ്ട് എന്ന് സ്നേഹപൂർവ്വം അങ്ങയെ അറിയിച്ചുകൊണ്ട് ഏറ്റവും ഹൃദ്യമായി ഇന്നത്തെ ഈ ചടങ്ങിലേക്ക് അധ്യക്ഷത വഹിക്കുന്ന പിതാവിനെ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. വലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സോഫിയ ഫ്രാൻസിസിനെ ഏറ്റവും ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീമാൻ തിലകൻ അവർകളെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സന്തോഷത്തോടെ എല്ലാവരെയും ഹൃദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഈ ധന്യവേദിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് തൃശൂർ അതിരൂപത സഹായമെത്താൻ അഭിവന്ദ്യ മാർ റാഫേൽ തട്ടിൽ പിതാവാണ്. അഭിവന്ദ്യ മാർ റാഫേൽ തട്ടിൽ പിതാവിനെ അധ്യക്ഷ പ്രസംഗത്തിനായി വിനയപുരസരം ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്കൊക്കെ വളരെ പ്രിയങ്കരനായിട്ടുള്ള, സത്യം പറഞ്ഞാൽ നമുക്കൊരു അന്യതാബോധം തോന്നാത്ത വിധത്തിൽ നമ്മുടെ ഒരു സ്വന്തം വീട്ടിലെ അംഗം പോലെ നമ്മൾ കരുതുന്ന കേരളത്തിലെ വ്യവസായ വകുപ്പിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന AC മൊയ്തീൻ അവറുകളെ, ഈ അടുത്ത കാലത്ത് തൃശ്ശൂരിൽ നടന്ന ഒരുപാട് നല്ല കാര്യങ്ങളിൽ ഏറ്റവും നല്ല ഒരു കാര്യം ഏതാണെന്ന് എന്നോട് തിരഞ്ഞെടുക്കും. എൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ വരുന്ന ഒരു പ്രോഗ്രാമാണ് ഈ പല്ലിശ്ശേരിയിലുള്ള ഈ അഭയം പാലിയേറ്റീവ് കെയർ ഹോസ്പിറ്റലിൽ. മരുന്നുകൊണ്ടും ഒക്കെ കൊടുക്കുന്നതിനേക്കാൾ അപ്പുറം സാന്നിധ്യം കൊണ്ടും നമ്മുടെ സഹായം കൊണ്ടും ഒക്കെ നമുക്ക് ഒരാളെ ഒരു മനുഷ്യത്വത്തോടു കൂടിയുള്ള ഒരു മരണത്തിന് അർഹരാക്കുന്ന ഒരു പ്രക്രിയ, അതെനിക്ക് തോന്നുന്നു വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് പ്രത്യേകമായിട്ടൊരു ഹോസ്പിറ്റല് അതിനു വേണ്ടി മാത്രം തൃശ്ശൂർ ജില്ലയിൽ ഒരിടത്തുമില്ല, കേരളത്തിൽ ഒരിടത്തുമില്ല. അതാണ് എനിക്ക് തോന്നുന്നു പല്ലിശ്ശേരിയിൽ ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. അജിത ജയരാജനും AC മൊയ്തീനും അതുപോലെ സോഫി നിങ്ങളൊക്കെ ഇവിടെ വരുന്നു, അതുപോലെ തുർക്കി മുങ്സായി. വി ആർ വെരി ഹാപ്പി ദാറ്റ് ടു ഹാവ് യു ഹിയർ. താങ്ക് യു വെരി മച്ച് ദാറ്റ് ദ ട്രബിൾ യു ഹാവ് ടേക്കൺ ടു കം ഓവർ ഹിയർ ആൻഡ് ടു ഹെൽപ്പ് ദിസ്. അതുപോലെ സൗദിയിലുള്ളവരെ, അതുപോലെ ഇവിടെയുള്ള എല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ നിങ്ങളുടെ ഈ സഹകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നത് തൃശൂർ കോർപ്പറേഷൻ ബഹുമാനപ്പെട്ട മേയർ ശ്രീമതി അജിത ജയരാജ് അവറുകളാണ്. നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും വേണ്ടതും അത്യാവശ്യം ആയിട്ടുള്ള ഒരു സംഭവമാണ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓരോ വീടുകളിലും പോയി അവിടെ ചെന്ന് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് ഹോം കെയറിലൂടെ നമ്മൾ ചെയ്യുന്നത്.
അപ്പോൾ അതനുസരിച്ചിട്ട് അവർ വിളിക്കുമ്പോൾ അവർക്ക് അത്യാവശ്യം വേണ്ടി വരുമ്പോൾ അവരുടെ ഫോൺ നമ്പറുകളെല്ലാം ഉണ്ടാവും, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ടാവും. അവർ അത്യാവശ്യം വേണ്ടി വരുമ്പോൾ നമ്മളവിടെ പോകുന്നു, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു, തിരിച്ചു വരുന്നു. മാത്രവുമല്ല നമ്മൾക്ക് പാലിയേറ്റീവ് കെയറിലൂടെ തന്നെ അവരുടെ കുടുംബങ്ങളെ കൂടി മുന്നോട്ട് കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. അതും ഏറ്റവും വലിയ ഒരു കടമ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സേവനം തന്നെയായിട്ടാണ് പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ ഓരോ സ്ഥലത്തും പ്രവർത്തിക്കുന്നത്. ഇതും നേരെ മറിച്ചാവില്ല, അതിനേക്കാൾ ഒരുപടി മുന്നിൽ തന്നെ ആവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ മുഖ്യ പ്രഭാഷണം ഞാൻ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അടുത്തതായി ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ ബഹുമാന്യനായ വ്യവസായ, സ്പോർട്സ്, യുവജനക്ഷേമ വകുപ്പ് മന്ത്രിയും കുന്നംകുളം MLA-യുമായ ശ്രീ AC മൊയ്തീൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ സംസ്ഥാനത്ത് ഒരുപക്ഷെ മാതൃകയായി ആരംഭിക്കുന്ന സ്ഥാപനമാണ് ഇന്നിവിടെ തുടക്കം കുറിച്ചത്. ഏറ്റവും ധന്യമായ ആ ചടങ്ങ് നിർവഹിക്കാൻ എനിക്ക് അവസരമുണ്ടായതിൽ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. ഇത്തരമൊരു സംരംഭം ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും ഏറ്റെടുക്കാൻ ശ്രമിച്ചത് ഏറ്റവും അഭിനന്ദനാർഹമാണ്. എല്ലാവരെയും ഹൃദയം തുറന്ന് അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. പലവിധ കാരണങ്ങൾ കൊണ്ട് പ്രയാസമനുഭവിക്കുന്ന, രോഗത്തിൻ്റെ പീഡകളുടെ ഭാഗമായി പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്ക് ആശുപത്രി മാത്രമല്ല, ഇത്തരമൊരു കേന്ദ്രം മാത്രമല്ല ആവശ്യം എന്ന തോന്നൽ മക്കളിൽ കൂടി ജനിപ്പിക്കാൻ ഈ സംരംഭം ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിതാവ് സൂചിപ്പിച്ചല്ലോ, മതത്തിനും വിശ്വാസങ്ങൾക്കുമൊക്കെ അപ്പുറത്ത് എല്ലാവർക്കും എത്തിപ്പെടാൻ കഴിയുന്ന, ഈ പരിചരണത്തിൽ പങ്കാളിയാകാൻ കഴിയുന്ന രീതിയിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന സ്ഥാപനമായി ഈ സ്ഥാപനം മാറും. ഭാവിയിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ആവശ്യത അനുഭവിക്കുന്നവരും ആരുമില്ലാത്തവരുമായ ആളുകളുടെയും അത്താണിയായി ഈ സ്ഥാപനം മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ധന്യമുഹൂർത്തത്തിൽ തട്ടിൽ പിതാവിൻ്റെയും എല്ലാം സാന്നിധ്യത്തിൽ ഇത്തരമൊരു ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടായതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എൻ്റെ പിന്തുണയുണ്ടാകും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.